ജിൻഡോ എടുത്ത പൂക്കട്ടക്കാവടിയാണേ. ജിൻഡോ ഒരു മിനിമം ഐക്യൂ ഇല്ലാത്ത ആളാണ്. ജിൻഡോ മണ്ടനാണേ. ജിൻഡോ ഏറി തീർന്ന കഥ പറഞ്ഞേ. ജിൻഡോ സ്വയം ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നേ. ജിൻഡോ ഓരോ ദിവസവും ഓരോ ക്യാരക്ടറാണ്. ജിൻഡോയ്ക്ക് സീക്രട്ട് ഏജന്റ് അരിയപ്പാപ്പനെ പേടിയാണ്. പ്രേക്ഷകർ ഇതൊക്കെ കേട്ട് ജിൻഡോയെ കുറിച്ച് നല്ല രണ്ട് നെഗറ്റീവ് പറയണം. ജിൻഡോയെ കരി തേക്കണം. എന്നാലേ ഈ 4 എണ്ണത്തിന് സമാധാനമാകത്തുള്ളൂ. ഇവരുടെ തന്നെ ഗെയിമിനെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വാഴയുടെ ചോട്ടിലിരുന്ന് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിൽ ഏർപ്പെട്ട്. പുറത്ത് ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ഉള്ള ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഇമാതിരി പരദൂഷണ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനമാണെങ്കിൽ തീർന്ന മക്കളെ, നിങ്ങളുടെ പരിപാടികൾ തീർന്നു. കാരണം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഇവരെല്ലാരും വെറുതെ ഇരുന്നപ്പോ നമ്മുടെ പവർ ടീം ജിൻഡോയോട് ഒരു കഥ പറയാൻ പറഞ്ഞു. ഇത് ഒരു കീഴ്വഴക്കമാണ് ഒരു 2 ആഴ്ചയായിട്ട്. അപ്പോൾ ജിൻഡോ നടത്തിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. കൈയില്ലാത്ത ഒരു പയ്യനെ സഹായിച്ചു, പിന്നീട് അവൻ മരിച്ചു പോകുന്നു. അങ്ങനെയാണ് ജിൻഡോ ആ ഒരു കഥ പറഞ്ഞത്. ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ 4 പേരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിൻ പറയുന്നു അയാളോട് പേരെന്താണ്, ആ പയ്യന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പേര് ഓർമ്മയില്ല എന്നാണ് അയാൾ എന്റെ അടുത്ത് പറഞ്ഞത്. മിനിമം ഐക്യൂ ഉള്ള ഏതൊരാളും എന്തേലും ഒരു പേര് കണ്ടുപിടിച്ച് പറയും. അപ്പൊ അഭിഷേക് എസ് പറയുന്നു കഴിഞ്ഞ സീസണിൽ ഓരോരുത്തർ ഇറക്കിയ സ്ട്രാറ്റജിയാണ് ജിൻഡോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറൽ കയറുന്ന ഒരു കഥ പറയുന്നു, പിന്നെ ഒറ്റപ്പെടല്, പൂക്കട്ടക്കാവടി റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ അഭിഷേക് എസ്. അപ്പൊ നമ്മുടെ സീക്രട്ട് പാപ്പൻ, അയാളുടെ ചീട്ട് ഞാൻ കീറിയേനെ, അതാണ് അയാളെ മിണ്ടാതെ പോയത്. അയാൾക്ക് എന്നെ അറിയില്ല. സീക്രട്ട് ജിൻഡോനെ അങ്ങ് മൂക്കിൽ കയറ്റിയേനെ. പോയി താളത്തിൽ പോയി കളിക്കണേ. പണിയെടുക്കാതെ മടി പിടിച്ച് ജാസ്മിനോട് സൊള്ളിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ജിൻഡോ വന്ന് ഫയർ ചെയ്തത്. അതൊരു ക്യാപ്റ്റൻ എന്ന നിലയിലാണ് ജിൻഡോ വന്ന് ഫയർ ചെയ്തത്. അല്ലാതെ മറ്റേ കാറിനകത്തിരുന്ന് കാണിക്കുന്ന മാതിരി പരദൂഷണം പരിപാടി ബിഗ് ബോസിൽ ഇറക്കണ്ട. അപ്പൊ ഈ ഒരു കോൺവെർസേഷനിലേക്ക് നമ്മുടെ ഗബ്രി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ആദ്യമൊക്കെ ഓരോ ആഴ്ചയും ഓരോ ക്യാരക്ടർ ആയിരുന്നു ജിൻഡോ. ഇപ്പൊ ഓരോ ദിവസവും ഓരോ ക്യാരക്ടറാണ്. അയാൾ ഡ്രസ്സ് മാറുന്നതനുസരിച്ച് അയാളുടെ ക്യാരക്ടർ ഏതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറയുന്നു. വാഴയുടെ ചോട്ടിലിരുന്ന് ഇതേപോലുള്ള കുറ്റം പറച്ചില് ഇവർ തുടരുവാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ 4 എണ്ണവും എയറിലാവും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതും ജിൻഡോയുടെ കുറ്റം പറഞ്ഞാൽ പ്രത്യേകിച്ചും. ആദ്യം അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കണേ ഇനിയൊക്കെ, എന്നിട്ട് ആ മനുഷ്യനെ എക്സ്പോസ് ചെയ്യാൻ പോകും. വെറുതെ സ്വന്തം വില കളയാതെ. പിന്നെ ജിൻഡോ പൂക്കട്ടകാവടി പോലെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പുറത്തുനിന്നല്ലേ അതിൻ്റെ അകത്തോട് കയറിയത്. നിങ്ങൾക്ക് അറിയത്തില്ല ജിൻഡോ എന്നാണെന്ന് പുറത്ത്. സീക്രട്ട് പാപ്പന്റെ പാർട്ട്ണർ സ്നേഹയും മറ്റേ ആരാണ് ജിത്തുബായ്, ഇവര് പുള്ളിയെ ഇരുന്ന് പൊക്കി അടിക്കുന്നുണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന്. മൈൻഡ് ഗെയിം ആണെന്നൊക്കെയാണ് പറയുന്നത്. തലയിലെ മുടി നരപ്പിച്ചപ്പോ ബുദ്ധി നരച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള അലസമായ ഗെയിമാണ് ഏജന്റ് അവിടെ നിന്ന് കളിക്കുന്നത്. ഒരു വകയ്ക്കും കൊള്ളാത്ത ഗെയിമാണ്. നാട്ടുകാർ എടുത്തിട്ട് റോളാണ്. അതുകൊണ്ട് ആരൊക്കെ ഇരുത്തി വൈറ്റ് വാഷ് ചെയ്താലും പ്രേക്ഷകർ തീരുമാനിക്കും ആരവിടെ വാഴും ആരവിടെ വീഴുമെന്ന്. പിന്നെ പൂക്കട്ടക്കാവടി റെഫറൻസ് ഒക്കെ വെച്ച് ജിൻഡോയെ കുറിച്ച് സംസാരിക്കാൻ ഇവര് പുറത്തുനിന്ന് തന്നെയാണോ അകത്തേക്ക് കയറിയത്? കേരളത്തിൽ നിന്ന് തന്നെയാണോ കയറിയത്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം പാരലൽ വേൾഡിൽ നിന്നുമാണോ എല്ലോ കയറിയത് ഇവര് 4 എണ്ണം കൂടെ? ജിൻഡോയെ കുറിച്ച് ഇരുന്ന് പരദൂഷണം പറയുന്നു. കേട്ടപ്പോ ചൊറിഞ്ഞു വന്നെനിക്ക്.